പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞിൻ്റെ അപ്പൻ ഞാനാണെന്ന് പറഞ്ഞ് പലരും ചാടിക്കയറി വരിക. ചാടിക്കയറി വന്നിട്ട് ഇത് ഞങ്ങളുടെ കൊച്ചാണ്, ഇതിനെ എടുക്കുന്നു, താലോലിക്കുന്നു, സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. സത്യം എന്താണെന്നറിയാമോ? എറണാകുളം ബസിലിക്കായിലെ ഏതാനും മനുഷ്യർ ചേർന്ന് പരിശുദ്ധ ബലിപീഠം അടച്ചിട്ടേക്കുന്നത് കൊണ്ട്, ദേവാലയം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അനർത്ഥത്തിൻ്റെ ബലി അടച്ചതാണ്. അത് തുറക്കാനായിട്ട് കോടതി വിധി വന്നിരിക്കുന്നു. അതായത് ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ സഭ പറയുന്ന കുർബാന ചെല്ലണം. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വികാരി, മണവാളനെന്നാ പേര്, കണ്ടാൽ അങ്ങനൊന്നും തോന്നുകയില്ല. അത്ര നല്ല മണവാളനായിട്ടൊന്നും തോന്നത്തില്ല. കർത്താവിനെ മണവാളനായി സ്വീകരിക്കുന്നവന് മണവാട്ടിയാണ് പുരോഹിതൻ. എല്ലാ വിശ്വാസികളെയും അങ്ങനെയാണ് പറയുന്നത്. സഭ മണവാട്ടിയാണെന്നാണ് പറയുന്നത്, സഭയുടെ മക്കൾ. അപ്പോൾ അങ്ങനെ ഉള്ള ആ സ്ഥലത്ത് ഇപ്പോൾ കുർബാനയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളെ വഴിയെ പോയ പുള്ളി പറയുകയാണ്, അത് ഞങ്ങളാണ് കേട്ടോ ഇത് തുറക്കാൻ കാരണക്കാർ. പക്ഷെ വളരെ സത്യമാണ് കേട്ടോ, അവരാണ് ഇതിന് തുറക്കാൻ കാരണം. അടച്ചവർക്കല്ലേ തുറക്കാനൊക്കെ തള്ളൂ, അടപ്പിച്ചത് അവരല്ലേ. അപ്പോൾ അങ്ങനെ തുറക്കാനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്ത അവരാണെങ്കിൽ ഇപ്പോൾ തുറന്നതിൻ്റെ ഉത്തരവാദിത്വം അവരെടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതിന് സാരമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമാണ്, നാളെ ഈസ്റ്ററിൻ്റെ കുർബാന ചെല്ലുന്നത് സഭ പറഞ്ഞ കണക്കുള്ള ബലി അർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞേക്കുന്നത്. പിതാക്കന്മാരൊക്കെ മുങ്ങിയിരിക്കുക. പിതാക്കന്മാരൊക്കെ മറ്റുള്ളിടത്ത് പോയി കുർബാനയില്ലെയും കൂടാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പാവപ്പെട്ട 2-3 ആത്മാരുടെ കാശ് മുടക്കി അവർ കേസ് കൊടുത്താണ് ഈ വിധി സമ്പാദിച്ചിരിക്കുന്നത്. ഇതിന്മേൽ അവകാശവാദവുമായിട്ട് വരുന്ന വിമത സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷിക്കേ. ഞങ്ങൾക്കതിന് യാതൊരു സങ്കടവും ഇല്ല. നിങ്ങളെ കൂടെ സന്തോഷിപ്പിക്കാനാണ് ഈ ദേവാലയം തുറന്നത്. ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ദേവാലയമില്ല. നിങ്ങൾ തുറന്നു എന്ന് പറയാൻ നിങ്ങളുടെ സ്വന്തമല്ലല്ലോ ദേവാലയം. ദേവാലയം ദൈവജനത്തിൻ്റെ അല്ലേ. ദൈവജനം എന്ന് പറയുന്നത് ഈ വിമതർ മാത്രമല്ലല്ലോ. ദൈവത്തോട് ചേർന്നും സഭയോട് ചേർന്നും വിശ്വസ്തയോടെ നിൽക്കുന്നവരും സഭയുടെ മക്കളല്ലേ. അതുകൊണ്ട് മറ്റൊരുവൻ ഉണ്ടാക്കിയെടുത്ത ഒരു നന്മയ്ക്ക് അവകാശം പറഞ്ഞു വരുമ്പോൾ അത് വേറെ പല ചരിത്രങ്ങൾ പറയാൻ പോയാൽ അത് മഹാവൃത്തികേടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളുടെ അപ്പനാകാം. ഇപ്പോഴും പ്രതിപക്ഷത്തിൽ ആണ് ഇപ്പോഴും ജീവിതം. പക്ഷെ ഭരണകക്ഷിയിലാണ് ഇപ്പോഴത്തെ സന്തോഷവും ഒക്കെ ആഘോഷിക്കുന്നത്. കൊള്ളാം, സന്തോഷം, നല്ല കാര്യം കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ ദേവാലയം തുറന്ന് ബലിപീഠത്തിൽ ബലി അർപ്പിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണല്ലോ. വേറെ ഞങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ല. വളരെ താഴെ കൊണ്ട് അടച്ചു പൂട്ടപ്പെട്ട ഈ ദേവാലയം തുറക്കപ്പെട്ടിരിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, കേട്ടപ്പോൾ തന്നെ സന്തോഷം. ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവിടെ തൽക്കാലം ഇരിക്കാൻ അർഹതയില്ലാത്ത പുരോഹിതരാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. കാരണം അവരെല്ലാം വിമതന്മാരാണ്. പല ദേവാലയങ്ങളെയും കുളമാക്കി ടീമാണ്. സംശയമൊന്നും വേണ്ട. ദൈവജനത്തെ തകർക്കുകയും ഇടവകകളെ നശിപ്പിക്കുകയും ചെയ്ത ഇവരോടൊക്കെ തമ്പുരാൻ ക്ഷമിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഏതായാലും അവർക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടി. അത് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ കാശ് മുടക്കി കേസ് സമ്പാദിച്ചതാണ്. ഇന്നതിൻ്റെ ബാക്കി വരും. കാരണം പക്സ കൊണ്ടൊന്ന് കോടതി കാണിക്കാൻ പറഞ്ഞിരിക്കുക. അതുപോലെ ഈ വിശേഷ ദിവസങ്ങളുടെ കൂതാശകൾ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള പുസ്തകം കൊണ്ടെല്ലാം പറഞ്ഞിരിക്കുക. അതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ കോടതി പറയും ഇതിനപ്പുറത്ത് ഒരൊറ്റ കാര്യം ചെയ്യാൻ പാടില്ല. വിമത സ്വരത്തിന് ബലയില്ലാതെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ആ ദേവാലയം തുറക്കപ്പെട്ടിരിക്കുന്നു. ഹാപ്പി എന്തൊരു സന്തോഷം. കാരണം 70 ദിവസത്തോടെ സമരം നടന്നപ്പോൾ പല ദിവസങ്ങളിലും ആ ബ്രോഡ്വേയിൽ 2 കരങ്ങളും വിരിച്ച് കരുണക്കൊന്ത ചെല്ലാനുള്ള ഭാഗ്യം ഈ പാവിക്കും കിട്ടി. അതുപോലെ ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, ബ്രദർ മാവൂരിസ്, അദ്ദേഹത്തിൻ്റെയൊക്കെ കണ്ണുനീരാണിത്. ഏത് കലങ്ങിയ വെള്ളവും തെളിയാനൊരു സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. തെളിയുമത് ദൈവം മഹത്വമെടുക്കുകയും മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അന്ധകാരത്തിൻ്റെ മക്കൾ തൂത്തെറിയപ്പെടും, സംശയമൊന്നും വേണ്ട. അന്ധകാരത്തിൻ്റെ മക്കൾ തൂത്തെറിയപ്പെടും. അനുതപിച്ചാൽ രക്ഷപ്പെടാൻ മാർഗമുണ്ട്. അനുതപിച്ചില്ലെങ്കിൽ യൂദാസിൻ്റെ ഗതി ഇവർക്കൊക്കെ ഉണ്ടാകും. സഭയോട് എതിർത്ത് നിന്ന പല പുരോഹിതരും ഇന്ന് തീരാരോഗികളായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സഹോദരങ്ങളും അങ്ങനെ തന്നെ പെട്ടിട്ടുണ്ട് കേട്ടോ. ബലിപീഠത്തിൽ അനർത്ഥത്തിൻ്റെ ബലി അർപ്പിച്ച പുരോഹിതരെല്ലാം ഇപ്പം ഭയങ്കര സങ്കടമായിട്ട് ഓടി നടക്കുക. അടി പുറകെ വരുന്നുണ്ട്. അടി ആയിരിക്കില്ല, മിക്കവാറും വെടിവെപ്പായിരിക്കും. അത് വന്നാൽ കുപ്പായം കീറി പോകുന്ന ഒരു ലെവലിലേക്കാണ്. കാരണം പരിശുദ്ധ കുർബാന കരങ്ങളിൽ എടുക്കേണ്ടവർ കുർബാനയെ അവഹേളിച്ച്
കർത്താവിനെ യഹൂദരല്ല പിടിച്ചു കെട്ടിയിട്ട് തല്ലിയതായി. 33 വൈദികർ ഈ ബലിപീഠത്തിൽ കർത്താവിനെ കെട്ടിയിട്ട് അടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് ഡിസംബറിലെ കണ്ടത്. അതിന്റെ ശിക്ഷ വരാതിരിക്കുന്നത് എങ്ങനെയാ? നന്മ ചെയ്താൽ നന്മ കിട്ടുമെന്ന് ബൈബിൾ പറയുന്നു. തിന്മയാണെങ്കിൽ അത് തന്നെയായിരിക്കും അതിന്റെ പ്രതിഫലവും. സഹോദരങ്ങളെ, സ്വന്തം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളായിട്ട് ഇപ്പോൾ ഒരു വിധി വരാൻ പോകും. രണ്ടാമത്, ഈ തിന്മയുടെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിജയമെടുക്കുന്ന, ഞങ്ങളൊന്നും ജയിച്ചതായിട്ടല്ല, ഒന്നും ആഘോഷിക്കുന്നൊന്നുമില്ലെന്നേ, തമ്പുരാൻ ജയിച്ചു എന്നാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.